ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഡയറക്ടർ ജിത്തു അഷ്റഫ്. അദ്ദേഹം ഒരു ആക്ടർ കൂടിയാണ്. നായാട്ടിലെ കുഞ്ചാക്കോ ബോബൻ്റെ സീനിയർ ഓഫീസറായിട്ട് അഭിനയിച്ച ആളില്ലേ, ലീവ് തരില്ല പറയുന്നത് പോലെ തന്നെ ജോജുവിൻ്റെ ഇരട്ടയിൽ ഒരു വട്ടൻ പാസ്റ്ററായിട്ട് അഭിനയിച്ച അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ അദ്ദേഹം ഒരു മികച്ച വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റൈറ്റർ ഷാഹി കബീർ, ഇലവിഴ പൂഞ്ചിരയുടെ ഡയറക്ടർ, അതുപോലെ തന്നെ ജോസഫ് നായാട്ട്, ഇത് രണ്ടും എഴുതിയിരിക്കുന്നത് ഷാഹി കബീറാണ്. അപ്പോൾ എഴുത്തിൻ്റെ റേഞ്ച് മനസ്സിലായില്ലേ. കൂടാതെ ഈ സിനിമയുടെ DOP റോബി വർഗീസ് രാജ്, കണ്ണൂർ സ്കോഡിൻ്റെ ഡയറക്ടർ, പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ മാർട്ടിൻ പ്രക്കാട്ട്. ഇത്ര ആളുകളുടെ ഇൻപുട്ട് സ്വാഭാവികമായിട്ടും ഈ സിനിമയിൽ വന്നു ചേരും, ഡയറക്ടർ കൂടാതെ. പിന്നെ ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോ ഈ ആക്ഷൻ സീക്വൻസ് എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര കിടുവോ. ഇതിൽ തന്നെ ഒരു മോർച്ചറിക്കകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, കിടു. റീസെൻ്റായിട്ട് വന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാം. ദിലീപ് സുബരായനും അതുപോലെ തന്നെ വിക്കി നന്ദഗോപാലാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഡിസൈൻ KC സിദ്ധാർത്ഥൻ ആൻഡ് ശങ്കരൻ നേസ്, അതുപോലെ തന്നെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് വിഷ്ണു സുജാതൻ. പ്രത്യേകിച്ച് ഈ ആക്ഷൻ സീക്വൻസിൻ്റെ ഇടയ്ക്ക് കൈയൊക്കെ വീശുമ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോഴേക്കുള്ള സൗണ്ട് കറക്റ്റ് അതിങ്ങനെ അറ്റ്മോസ്ഫിയർ കിടന്ന് കള്ളിക്കും, കിട്ടു മിക്സിംഗ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ജേക്സ് ബിജോയ്. ഇത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. ദോ ഇറ്റ് ഈസ് എ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതിൽ ഈ ജേക്സ് ബിജോ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടി. പിന്നെ പോസ്റ്റ് ഇൻ്റർവെല്ലിൽ ഒരു സോങ് ഉണ്ട്. ഈ കണ്ണൂർ സ്കോഡിൽ ഓഫീസേഴ്സ് മറ്റേ അന്യ സംസ്ഥാനത്ത് പോകുമ്പോൾ തന്നെ ഇവർ ബാംഗ്ലൂരേക്ക് പോകുന്ന സമയത്ത് ഒരു സോങ് ഉണ്ട്. പക്ഷേ ആ സോങ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ബേബി ജീനാണെന്ന് തോന്നി പാടിയത് ഒരു പെട്ടസാണ്. അത് സിനിമയുടെ സീൻ 1 മുതൽ സിനിമ ഡാം സീരിയസ് ആണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ്. അതിൻ്റെ എല്ലാ ഒരു സീരിയസ് നോട്ടിലൂടെ സിനിമ ആരംഭിച്ച് പിന്നെ നമ്മുടെ നായകൻ കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുള്ള ഹരി എന്ന് പറയുന്ന CIയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരു മാല പൊട്ടിക്കൽ കേസും പരിപാടിയൊക്കെ ആയിട്ട് അവിടെ ശ്രീകാന്ത് മുരളിയൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ നല്ല പെർഫോമൻസ് ആണ്. അങ്ങനെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ ആ മനസ്സിൽ മാത്രമേ റഫ് ആൻഡ് ടഫ് ടെറർ ഓഫീസർ, ഭീകരൻ ഓഫീസർ, നമ്മളെ റാസ്കൽ അല്ലേ മറ്റേ ഇതിലെ മുംബൈ പോലീസിലെ അതുപോലെയൊക്കെയുള്ളൊരു മോസസിനെ പോലത്തെ അതായത് ഒരു മയമില്ലാത്ത ഓഫീസർ. നമുക്ക് മനസ്സിലാവും, ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഈസിലി കുഞ്ചാക്കോ ബോബൻ പുൾ ഓഫ് ചെയ്തിട്ടുള്ളതാണ്. അത് ഉടനീളം സിനിമയുടെ അവസാനം വരെ ക്ലൈമാക്സിലൊക്കെ ആ പെർഫോമൻസ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മാത്രമല്ല, ഈ സിനിമയ്ക്ക് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിന് അത്രയും ലേയേഴ്സ് ഉണ്ട്. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ഫാമിലി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലായിട്ടുള്ള ഇമോഷൻസ് കൂടെ കണക്ട് ആവുന്ന സമയത്ത് ആ 2 ലെയറും വർക്കാവുമ്പോഴുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ വെച്ചിട്ട് ഉള്ള ഗംഭീര ആക്ടിങ് കുഞ്ചാക്കോ ബോബൻ. പ്രിയാമണിയാണ് ഇതിൽ കുഞ്ചാക്കോ ബോബൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മെച്ചോർഡ് ആക്ടിങ്, മെച്ചോർഡ് ക്യാരക്ടർ, ഗ്രാൻഡ് മാസ്റ്ററിലൊക്കെ ഉള്ള പോലത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ ജഗദീഷ് കുറച്ച് നാളുകളായിട്ട് ക്യാരക്ടർ റോൾസ് എടുത്ത് ഇങ്ങനെ കയറി വരികയാണല്ലോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. മീനാക്ഷി അനൂപ് ഒരു മികച്ച റോൾ ചെയ്തിട്ടുണ്ട്. മനോജ് KU, അങ്ങനെ കുറേ പേരുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോയി ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷൻ കാര്യം വരുന്നുണ്ട്. ആ ഇമോഷൻ കാര്യം വന്നതിന് ശേഷം സിനിമ പിന്നെ ഈ രണ്ട് റലത്തിൽ ഇങ്ങനെ ഒരേപോലെ പോവാണ്. അതാണ് ഈ സിനിമയുടെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. വെറും ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നെങ്കിൽ വളരെ ഫ്ലാറ്റായി പോയിന്. റംസാൻ ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഒരുവിധമൊക്കെ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ വിശാഖ് നായർ കുപ്പി. അദ്ദേഹം ഒരു ഗ്യാങ് ഉണ്ട്, 2 ഗേൾസ് ഉണ്ട് അതിനകത്ത്. എന്നോ ടെറർ, ഫുള്ള് ഡ്രഗീസ്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയിൽ കിടന്ന് ഉരുളുക, അങ്ങനത്തെ ഡ്രഗീസ്. അപ്പോൾ വില്ലന്മാരും ഇതുപോലെ കട്ടയ്ക്ക് നിൽക്കുക. അതിനിപ്പുറത്ത് നായകൻ ഒരേ സമയം ഓഫീസറാണ്, അതേസമയം തന്നെ ഇമോഷണലായിട്ട് കോൺഫ്ലിക്റ്റുള്ള ഒരാളാണ്. അങ്ങനെ ഗംഭീരമായ റൈറ്റിംഗ് ആണ്. അതാണ് ഷാഹി കബീറിൻ്റെ കാര്യം അതേ പറഞ്ഞത്. ഗംഭീരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അത് നല്ല രീതിക്ക് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഉണ്ണിലാൽ ഒരു ക്ലീൻ ഷേവൻ പോലീസ് ഓഫീസർ. പിന്നെ മുത്തുമണി ഒരു സീനിൽ വന്ന് പോകുന്നുണ്ട്. മുത്തുമണി ഒരു അഡ്വക്കേറ്റ് ആണ്. മുത്തുമണി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, പഴയ ചോക്ലേറ്റ് ഹീറോ അല്ലേ എന്ന്. അങ്ങനെ ഒരു ഡയലോഗിൻ്റെ ആവശ്യം ഈ സിനിമയ്ക്കകത്ത്. കുഞ്ചാക്കോ ബോബൻ പഴയ ചോക്ലേറ്റ് ഹീറോ ആണ്. അത് കണക്ട് ചെയ്ത് പറയേണ്ട ഒരു സിനിമയാണോ ഇത്? അല്ലല്ലോ. ഇത് വളരെ സീരിയസ് നോട്ട് പോകുന്ന സിനിമയ്ക്കകത്ത് മമ്മൂട്ടിക്ക് എല്ലാ സിനിമയിലും ഗ്ലാമർ ഉണ്ടെന്ന് പറയിപ്പിക്കും പോലെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് അതേ ഗ്രാഫിൽ തന്നെ പോയി ക്ലൈമാക്സ് ആകുമ്പോഴേക്ക് വളരെ ഇൻറ്റൻസ് ആണ്. വെരി സാറ്റിസ്ഫൈങ് ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആണ്. നമുക്കറിയാം ഇത്തരം സിനിമകളുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കുന്നു. പക്ഷേ അതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതും അത് അവിടെ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസും കൊണ്ട് നല്ല ഹൈ ആണ്, ക്ലൈമാക്സ് ഹൈ ആണ്. പിന്നെ ഞാൻ വിചാരിച്ച് ആസ് യൂഷ്വൽ രണ്ടാം ഭാഗം എന്നും പറഞ്ഞ് പറയിപ്പിക്കുന്നു. പക്ഷേ അതുണ്ടായില്ല. പോസ്റ്റ് ക്ലൈമാക്സ് ടൈലൻഡ് വാസ് ഓൾസോ വെരി സാറ്റിസ്ഫൈങ്. സോ ആസ് എ ഹോൾ വെരി ഇൻറ്റൻസ്, ഇമോഷണൽ, ഗ്രിപ്പിംഗ്, വെൽ കണക്റ്റഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. 2022 FIFA വേൾഡ് കപ്പ് ഫസ്റ്റ് മാച്ച് അർജന്റീന തോറ്റ സമയത്ത് കുറേ പേരുണ്ടായിരുന്നു, വെർ ഇസ് മെസ്സി. അതുപോലെ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചോദ്യമാണ്, വെർ ഇസ് ദ ഗൺ? CAക്ക് ഗണ്ണില്ലേ?